ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി വോട്ടർമാരോട് നന്ദി പറയാൻ ഈ മാസം 12-ന് വയനാട്ടിലെത്തും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിലെ ജൻപഥിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് മണ്ഡല പര്യടനം സംബന്ധിച്ച് തീരുമാനമായത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായാണ് MP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള സംഘം കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് രാഹുൽ ഗാന്ധിക്ക് സംഘം കൈമാറി. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞ് റായ്ബറേലിയിൽ നിലനിർത്തും. വയനാട് സന്ദർശനത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തണമെന്നായിരുന്നു കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ റായ്ബറേലി നിലനിർത്തണമെന്നാണ് ആവശ്യം ഉത്തർപ്രദേശ് PCCയും ഉയർത്തി. മണ്ഡലത്തിൽ രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും പ്രിയങ്ക തന്നെ അത് നിഷേധിച്ചു. പ്രിയങ്ക ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന തീരുമാനത്തിലാണ് നേതൃത്വവും എത്തിയത്. അതുകൊണ്ട് തന്നെ രാഹുലിന് പകരക്കാരനായി കേരളത്തിലെ തന്നെ ഒരാളായിരിക്കും ജനവിധി തേടുക.